യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നേരുന്നു. അതിരാവിലെ ദൈവത്തിലുള്ള വിശ്വാസം അടിയുറപ്പിക്കുവാൻ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 28 സങ്കീർത്തനം 8 തിരുവചനം. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ലോകം നമ്മളെ സഹായിക്കും. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ ശക്തിയാണ്. എനിക്ക് നല്ല ആരോഗ്യമുള്ളതിനാൽ നല്ല ബലമുണ്ട് എന്നൊക്കെയുള്ള മൂഢധാരണയിൽ കഴിയുന്ന വെറും മനുഷ്യരായ നമ്മളോട് കർത്താവ് പറയുകയാണ്, നിന്റെ ശക്തി ദൈവമായ ഞാൻ തന്നെയാണ്. നിന്റെ സംരക്ഷണം ഞാനാണ് ഒരുക്കുന്നത്. നിനക്കെപ്പോഴും അഭയമായി നിൽക്കുന്നത് ഞാൻ മാത്രമാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാം സന്തോഷത്തോടെ ചെയ്തു തരുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാം. എന്നാൽ ലോകം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് ആ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന സമയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാ പ്രലോഭനങ്ങളെയും മാറ്റിവെച്ച് തിന്മ നമ്മുടെ മുന്നിൽ ദൈവത്തിൽ നിന്നും വേറിട്ട് നിൽക്കുവാൻ കൊണ്ടുവരുന്ന എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. തീർച്ചയായും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ലോകത്തിൽ ആരും നിങ്ങളെ സംരക്ഷിക്കാനില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണമായിരിക്കും. നിങ്ങളെ സ്വീകരിക്കാൻ ആരുമില്ലെന്ന് തോന്നിയാലും നിങ്ങൾക്കെപ്പോഴും അഭയമായി നിങ്ങളെ സ്വീകരിക്കുവാൻ കർത്താവ് ഉണ്ടായിരിക്കും. ഞാൻ ദുർബലനാണെന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ശക്തി സ്രോതസ്സായിട്ട് ദൈവമുണ്ട്. ആ ദൈവത്തിൽ അഭയം തേടിയാൽ നിനക്ക് ശക്തി ലഭിക്കും. ഏത് ശത്രുവിനെയും നിനക്ക് തകർക്കാൻ സാധിക്കും. വിശ്വാസത്തോടെ ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലായിരിക്കുന്ന 800 കോടിയിലധികം വരുന്ന മക്കളെയും തൻ്റെ രക്ഷകനും നാഥനുമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി
ആ യേശുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി, ആ യേശുവിൽ വിശ്വാസം വയ്ക്കുവാൻ വേണ്ടി ഈ മക്കളെ മുഴുവനും ദൈവസന്നിധിയിൽ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരും രക്ഷകനും നാഥനുമായ ഏക ദൈവത്തെ മനസ്സിലാക്കട്ടെ. അതിനു പ്രതിഫലമായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.